മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ADGP MR അജിത് കുമാർ പങ്കെടുക്കുന്നു. അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കുന്നത്. DGPയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഒരു അന്വേഷണം നടക്കുകയാണ്. മാത്രമല്ല, ഗുരുതരമായ ആരോപണങ്ങൾ ഭരണകക്ഷി MLA തന്നെ സ്വർണ്ണക്കടത്ത്, കൊലപാതകം, ഫോൺ ചോർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആരോപിച്ച് ആ തരത്തിലേക്ക് സംശയം നിലനിൽക്കുന്ന ADGP, ക്രമസമാധാന ചുമതലയുള്ള ADGP, അദ്ദേഹത്തിന്റെ കൂടി സാന്നിധ്യത്തിലുള്ള യോഗം ഇത് എന്ത് കാര്യത്തിലുള്ള യോഗമാണ്? അനുജ, ഗുരുതര ആരോപണം ഉയർന്നിട്ടും ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റാൻ സർക്കാർ തയ്യാറാകുന്നില്ല. മാത്രവുമല്ല, മുഖ്യമന്ത്രി MR അജിത് കുമാറിനെ സംരക്ഷിച്ച് നിർത്തുന്നു എന്നടക്കമുള്ള ഗുരുതര വിമർശനങ്ങൾ അത് പ്രതിപക്ഷമടക്കം ഉയർത്തുന്നതിനിടെയാണ് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് നിന്ന് MR അജിത് കുമാർ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ചേർന്നത്. പൊതുകാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുൻകൂട്ടി മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലാണ് MR അജിത് കുമാറും സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകളും പങ്കെടുക്കുന്നത്. ഇന്നലെ കോട്ടയത്ത് നടന്ന പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന വേദിയിൽ വെച്ച് MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി ഗൗനിച്ചതേ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, അതിനുശേഷമാണ് പരസ്യ പ്രഖ്യാപനം, അതായത് ഈ വിഷയത്തിൽ അന്വേഷണം അടക്കം എന്നുള്ള കാര്യത്തിൽ ഒരു പരസ്യ പ്രഖ്യാപനം അടക്കം മുഖ്യമന്ത്രി നടത്തുകയും ചെയ്തത്. എന്നിട്ടും ഉത്തരവിറങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഇന്നലെ രാത്രി ഉത്തരവിറങ്ങുന്ന ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ MR അജിത് കുമാറിനെ മാറ്റാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല. സർക്കാരിന് മുകളിൽ വലിയ സമ്മർദ്ദമുണ്ട് എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഏതായാലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുന്നില്ല എന്നുള്ള സൂചന നൽകിക്കൊണ്ടുകൂടിയാണ് ഇപ്പോൾ ആ ഓൺലൈൻ യോഗത്തിൽ, മുഖ്യമന്ത്രി വിളിച്ച ഓൺലൈൻ യോഗത്തിൽ MR അജിത് കുമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്നത്. മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ നിന്നും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്, ഓൺലൈൻ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അനുജ. ഷഫീദ്, ഇപ്പോൾ ഇത് ഇത്തരത്തിലേക്ക് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിർത്തിയുള്ള അന്വേഷണം അത് പ്രഹസനമാണ് എന്ന് BJPയും കോൺഗ്രസും ഒക്കെ ഒരുപോലെ പറയുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു അന്വേഷണം എന്ന ചോദ്യം അവർ ഉന്നയിക്കുന്നു. മാറ്റി നിർത്താതെയുള്ള അന്വേഷണമാണ് നടക്കുന്നത് എന്നതിൽ വലിയ വിമർശനം ഉന്നയിക്കുന്നു. അപ്പോഴും പക്ഷേ അതൊന്നും ഗൗനിക്കാതെയാണോ മുഖ്യമന്ത്രിയുടെ തുടർ നീക്കം? ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും ഏതെങ്കിലും തരത്തിൽ സുജിത് ദാസിനെതിരെ കർശന നടപടിയെടുത്താൽ അത് സ്വാഭാവികമായും MR അജിത് കുമാറിനെതിരെ കർശന നടപടിയെടുക്കേണ്ടി വരും. MR അജിത് കുമാറിനെതിരെ നടപടിയെടുത്തു കഴിഞ്ഞാൽ അത് P ശശി, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും CPM-ന്റെ നേതാവുമായിട്ടുള്ള P ശശിക്കെതിരെ നടപടിയിലേക്ക് കലാശിക്കും. അപ്പോൾ ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയം കൊണ്ടുകൂടിയാണ് സംസ്ഥാന സർക്കാർ MR അജിത് കുമാറിനെ തൽക്കാലം ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാത്തത് എന്നുള്ള വിവരം നമുക്ക് വരുന്നുണ്ട്. അതേസമയം അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ചകൾ അത് സ്ഥിരീകരിച്ചുറപ്പിക്കുകയാണെങ്കിൽ അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്യും. അല്പസമയത്തിനുള്ളിൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് MLA ഹോസ്റ്റലിന് മുൻപിലാണ്. PV അൻവർ ഈ MLA ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ PV അൻവർ മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്, സെക്രട്ടേറിയറ്റിലെത്തി. അതിനുശേഷം ഇക്കാര്യങ്ങളിലൊക്കെ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. അത് മുഖ്യമന്ത്രി ഈ PV അൻവറുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം, അല്ലെങ്കിൽ PV അൻവർ മുഖ്യമന്ത്രിയെ കണ്ട് ഇക്കാര്യങ്ങളൊക്കെ ധരിപ്പിച്ച ശേഷം പാർട്ടിയുമായി ഒരു കൂടിയാലോചന നടത്തും. അതിനുശേഷം ഇനി ഈ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടതിനേക്കാൾ കൂടുതൽ നടപടി വേണമോ എന്നുള്ള കാര്യത്തിൽ ഒരു വിചിന്തനം നടത്തും എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റാനായിരുന്നു ഇന്നലെ അവർക്ക് തീരുമാനിച്ചത്. അങ്ങനെയാണ് പകരം ADGP റാങ്കിലുള്ള മറ്റു ഉദ്യോഗസ്ഥരെ, ലോ ആൻഡ് ഓർഡർ ADGP-യെ നിയമിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കമടക്കമുള്ള കാര്യങ്ങൾ നടന്നത്. H. വെങ്കടേഷും ബൽറാം കുമാർ ഉപാധ്യായ അടക്കമുള്ള ആളുകളായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പരിഗണന. അവരോട് ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർ സംസാരിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ആ തീരുമാനത്തിൽ നിന്ന് മുഖ്യമന്ത്രി മലക്കം മറിഞ്ഞത്. അതിലടക്കം പാർട്ടിക്കകത്തും സംസ്ഥാന സർക്കാരിലുമൊക്കെ വലിയ എതിർപ്പുകൾ ഉയരുന്നുണ്ട്. പരസ്യമായി പ്രകടിപ്പിച്ചില്ലെങ്കിൽ കൂടി വലിയ എതിർപ്പുകൾ ഉയരുന്നുണ്ട്. ഏതായാലും അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അൻവർ തന്നെ പറയുന്ന അക്കാര്യത്തിൽ തെളിവുകളുണ്ട്, അതൊക്കെ മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്ന് പറയുന്നു. അപ്പോൾ അതിനുശേഷം എന്തായിരിക്കും മുഖ്യമന്ത്രിയുടെ നിലപാട് എന്നുള്ളതാണ് നിർണായകം. അനുജ. ശരി, അല്പസമയത്തിനകം PV അൻവർ മുഖ്യമന്ത്രിയെ കാണും. ഇപ്പോൾ MLA ഹോസ്റ്റലിൽ നിന്നുള്ള, അതിന് മുന്നിൽ നിന്നുള്ള വിവരങ്ങളാണ് ഷഫീദ് റാവുത്തർ നൽകിയത്. അതിനിടെയാണ് മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു ചേർത്തത്. ആ യോഗത്തിൽ ADGP MR അജിത് കുമാർ, ഇപ്പോൾ അന്വേഷണം നേരിടുന്ന ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം ഓൺലൈനായി പങ്കെടുക്കുമ്പോൾ DGPയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്.